ഗംഗാധരേശ്വര രൂപമാണ് ഭഗവാന്റേത്. ഭൂമിയിലേക്ക് ഗംഗയെ ഭഗവാൻ ഒഴുക്കി വിടുന്നൊരു ഭാവം. അതിന്റെ പിന്നിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് മാറിയത്. ഈ പ്രദേശത്തിന് അല്ലെങ്കിൽ ഈ ദേശത്തിന് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾ കണ്ടാൽ ആ ഭഗവാന്റെ സാക്ഷാൽ രൂപം കാണാനായിട്ടുണ്ടാകുന്ന ഒരു വലിയ ഭാഗമായിട്ട് നമ്മളതിനെ ചെയ്തിട്ടുണ്ട്. ഈ ഗംഗയെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജലത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് വളരെ നല്ല രീതിയിലേ. കാരണം ഇവിടെ കടല്, കാറ്റ്, ഈ മല, ആ ഒരു സ്ട്രക്ചറാണ് നമ്മളെ ഈ ഒരു തരത്തിലുള്ള ഒരു ഗംഗയും ശിവനും ആയിട്ട് കണക്ട് ചെയ്ത് അതൊരു പ്രകൃതിയാണ്, അത് ജലമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ കണക്ട് ചെയ്യും. അതിന്റെ ഒരു ഋതമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ എനർജിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രൂപം നമ്മൾ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ദേവദത്ത് എന്ന് പറഞ്ഞ ശില്പിയാണ് നമ്മളെ കൂടെ എപ്പോഴും. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറഞ്ഞാലും അത് അപ്പടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് മനസ്സിലാവുകയും അതുപോലെ തന്നെ ചെയ്യാനായിട്ടുണ്ടാകുന്ന വലിയൊരു കഴിവ് ദൈവം ഈ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തു. അത് ഈ ദേശത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ നാട്ടുകാരനായ ദേവദത്തിന് ആ ഭഗവാൻ കൊടുത്ത വലിയൊരു വരദാനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡ്രോയിങ് ചെയ്ത് നമ്മൾ ആ ഒരു രൂപം മനസ്സിൽ കൊണ്ടുവന്ന് ഇത് ആപ്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ 3D കൺവേർട്ട് ചെയ്യും. അത് നമ്മളിപ്പോൾ 3D ചെയ്തിട്ട് അത് ആ 3D അവിടെ വെച്ച് നമ്മൾ അനാട്ടമി സ്റ്റഡീസ് ഒക്കെ അതിൽ ഡീറ്റെയിൽസ് എല്ലാം ചെയ്ത് ആ പോസ് ഓക്കെ ആണോ, അത് നമ്മൾ ഉദ്ദേശിച്ച ഫീല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വലിയ സ്ട്രക്ചറിലോട്ട് വരുന്നത്. നമ്മൾ ആദ്യം ഒരു മിനിയേച്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മെക്കറ്റ് എന്നുള്ള രീതിയിൽ ഒരു മോഡൽ ചെയ്യും. ഫസ്റ്റ് ആ മോഡൽ അത് 3D ചെയ്തത്. അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം 3D തന്നെ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ വലിയൊരു രൂപമാക്കുമ്പോൾ അതിന്റെ മെഷർമെന്റ്സ് എടുത്ത് അത് ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോഴും കടൽ തീരമായതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും അങ്ങനെ സിമെന്റുമായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ വിശദമായിട്ട് സ്റ്റഡി ചെയ്യുകയും അതിനനുസരിച്ചാണ് ഈ പ്രതിമയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ പ്രതിമ ഫുള്ള് സോളിഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഭയങ്കര വിൻഡ് ലോഡാണ്. കടപ്പുറം സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിൻഡ് ലോഡ് ഉള്ളത് കൊണ്ടും ആ വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺക്രീറ്റിന് വെയിറ്റ് ആണ് വേണ്ടത്. നമ്മൾ വെയിറ്റ് കൂടുതലാണ്. അതായത് പ്രതിമ സോളിഡ് ആയിട്ടാണ് ഈ പ്രതിമ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മെഡിറ്റേഷൻ ഹോളും കൂടെ ചെയ്തു വരുന്നുണ്ട്. ഈ മെഡിറ്റേഷൻ ഹോള് ഒരു ഗുഹാ കവാടം പോലെയാണ് ചെയ്തു വരുന്നത്. അതിനകത്ത് ധാരാളം റിലീഫുകളുണ്ട്. ശിവന്റെ മിത്തോളജിക്കൽ സ്റ്റോറീസ് ഒക്കെ അടങ്ങുന്ന ഒരു റിലീഫാണ്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ പ്രതിമയുടെ ഈ ഒരു ഏകദേശം ഐഡിയ വന്നപ്പോൾ തന്നെ പലരും ഇതിനെതിരെ നിൽക്കുകയും അത് നടക്കാത്ത ഒരവസ്ഥയിലോട്ട് എത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും ഇവിടുത്തെ മേൽശാന്തി ജ്യോതിഷ് കുമാർ അവർകളാണ് ഇതിന് ഒരു കോൺഫിഡന്റ് തരികയും ഇത് പെട്ടെന്ന് ഇത് പ്രാവർത്തിയാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നവും കൂടെ ഇതിലുണ്ട്. ആഴിമലയുടെ പ്രകൃതി സൗന്ദര്യത്തോട് കിടപിടിക്കുന്നതാണ് ഈ 58 അടി ഉയരമുള്ള ശിവരൂപവും. അനാട്ടമിയിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള മറ്റൊരു ശിവരൂപം ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയം തന്നെയാണ്. ഈ പ്രതിമ നേരിട്ട് കാണുന്ന ഏതൊരു വ്യക്തിയും ഇതിന് ശില്പിയെ ഒന്ന് നമിച്ചു തന്നെ പോകും. കേരളത്തിന്റെ ഏറ്റവും വലിയ ശിവരൂപം എന്നതിന് പുറമെ ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ ചരിത്രമാകാൻ പോവുകയാണ് ആഴിമലയുടെ ഗംഗാധരേശ്വര ശിവരൂപവും. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.